ഓം ശാന്തി. സന്തോഷമായിരിക്കാൻ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കും. സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല കർമ്മങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഓരോരുത്തരോടും അവരുടെ കർമ്മപഥം എന്തിനാ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ചെയ്ത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന ആനന്ദത്തിന് വേണ്ടിയാണ് എന്ന് ഒരുപാട് പേര് ഉത്തരം പറയും. ജീവിതത്തിൽ സന്തോഷം എന്നത് വലിയൊരു ടോണിക്കാണ്. ആരോഗ്യം ഉണ്ടാക്കാനും സംബന്ധങ്ങളെ സുഖപ്പെടുത്താനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കാൻ ഘടകമാക്കുന്ന 4 വിധത്തിലുള്ള മുഖ്യമായിരിക്കുന്ന ഹോർമോൺസ് നമ്മുടെ തലയിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സൈക്കിക് പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത്തരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന കെമിക്കൽസും കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏതൊക്കെ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഈ ഹോർമോൺസിനൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും എന്തൊക്കെ കർമ്മങ്ങളിൽ നമ്മൾ ഏകാഗ്രമാക്കിയാൽ നമ്മുടെ തലയിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും സദാ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും എന്നാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പാമിൻ. അത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, അതായത് ശരീരത്തിന് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണ് ഡോപ്പാമിൻ. അതുകൊണ്ട് ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഒന്നുകിൽ ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ യോഗാസനങ്ങൾ ചെയ്യുക, അതൊന്നും അല്ലെങ്കിൽ ഓടാൻ പോവുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, ഏതെങ്കിലും രീതിയിലതായിരിക്കുന്ന എക്സസൈസ് ദിവസവും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണം അവരുടെ തലയിൽ സന്തോഷത്തിന് ആധാരമായിരിക്കുന്ന ഡോപ്പാമിൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നിങ്ങളുടെ സന്തോഷത്തിനെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും. മറ്റൊരു ഹോർമോണിൻ്റെ പേരാണ് സെറോട്ടിൻ. സെറോട്ടിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ എപ്പോഴാണോ സെൽഫ്ലെസ് സർവീസ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ സർവീസിൽ ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാനോ വസ്ത്രം കൊടുക്കാനോ രോഗികളെ സഹായിക്കാനോ അതല്ലെങ്കിൽ സമൂഹത്തിൽ ശുചിത്വം കൊണ്ടുവരാനോ അങ്ങനെ സെൽഫ്ലെസ് സർവീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ തലയിൽ നടക്കും. അതുകൊണ്ട് നമുക്ക് എന്തെന്നറിയാത്ത ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനുള്ള ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സേവനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി സെൽഫ്ലെസ് സർവീസ് കേട്ടോ. ഈ സർവീസ് കൊടുത്തിട്ട് എനിക്കിത്ര നേട്ടം കിട്ടും, അങ്ങനെ സർവീസ് നോക്കിയാൽ സർവീസ് തന്നെ ബിസിനസ് ആക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സർവീസിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. സർവീസ്, സെൽഫ്ലെസ് സർവീസ്. ഞാൻ ഈ സർവീസ് ചെയ്തു കൊടുക്കുമ്പോൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല, അവരുടെ സന്തോഷം, അവരുടെ ജീവിതത്തിൻ്റെ സുഖം, അതിനുവേണ്ടി മാത്രം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായിരുന്ന സർവീസിൻ്റെ പേരാണ് സെൽഫ്ലെസ് സർവീസ് എന്ന്. അങ്ങനെ ആരാണോ സെൽഫ്ലെസ് ആയിരിക്കുന്ന സേവ ചെയ്യുന്നത് അവർക്ക് സന്തോഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സന്തോഷം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിനെ അതിജീവിച്ച് മുന്നേറാനുള്ള ശക്തി അവരുടെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റൊരു ഹോർമോണിൻ്റെ പേരാണ് എൻഡോർഫിൻ. നമ്മുടെ ലൈഫിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ നേടുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഹോർമോണാണ് എൻഡോർഫിൻ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അതിരാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, പഠിക്കുക, നേരത്തെ ഉണരുക എന്നുള്ള ശീലമുള്ളവരുടെ തലയിൽ വളരെ ഈസി ആയിട്ട് എൻഡോർഫിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാറുണ്ട് അത്രേ. പിന്നെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് നമ്മളെ തന്നെ ആദരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന സന്തോഷം അഥവാ നമ്മളെ ആദരിക്കുന്നതായിരിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കൊച്ചു ടാസ്ക് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ മുതൽ ഉച്ചയാകുമ്പോഴത്തേക്കും എൻ്റെ മുറിയുടെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു. അത് നന്നായി ചെയ്തു കഴിഞ്ഞുവെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ആദരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ നല്ലൊരു പാട്ട് കേൾക്കുക, ഒരു 5 മിനിറ്റ് ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് ഇഷ്ടമുള്ള കാര്യം എന്താണോ ആ കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻഡോർഫിൻ്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കൂടുകയും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അളവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പിന്നെ 4ാമത്തെ ഹോർമോണിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണോ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നത്, മീൻസ് നല്ലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, ആ സമയം അഥവാ നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുത്തുകൊണ്ട് നല്ലൊരു ബന്ധം അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നതായിരിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക്
മറ്റൊരാൾക്ക് വേണ്ടി ഹൃദയംഗമമായിട്ടൊരു സർവീസ് കൊടുക്കാൻ സാധിക്കുക, അഥവാ ഒരു വിഷമിക്കുന്ന ആളെ സമാധാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു കരുതലും സ്നേഹവും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാക്കി മാറ്റുകയുള്ളൂ. പിന്നെ സന്തോഷമുള്ളതായിരിക്കുന്ന പാട്ട് കേൾക്കുമ്പോൾ, സ്നേഹത്തിൽ നിറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവാറില്ലേ, ആനന്ദം കൊണ്ട് കണ്ണീരൊഴുകാറില്ല, ഒരു കരയായിരിക്കും, പക്ഷെ അവർ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അളവറ്റതായിരിക്കുന്ന സന്തോഷമായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുന്ന മുഖ്യമായിട്ട് 4 ഹോർമോൺസ് ആണുള്ളത്. പിന്നെ വേറൊന്ന്, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്തും കിട്ടും എന്ന് കരുതി കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ടാകുന്നല്ല. ആവശ്യത്തിന് ഉറങ്ങുന്ന സമയത്ത്, വേണ്ടത്ര നിദ്ര, നിങ്ങൾക്ക് സുഖനിദ്ര കിട്ടുന്ന സമയത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്നതായിരിക്കും ഒരു ഹോർമോൺ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ മുഖ്യമായിട്ട് ഈ 4 ഹോർമോൺസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പലപ്പോഴും രോഗികൾക്ക് ഈ ഹോർമോൺ ഉണ്ടാക്കിയിട്ട് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഡോക്ടർമാർ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഹോർമോൺ ഉണ്ടാകത്തക്ക രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിരന്തരം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യാനും സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന, അതായത് സൈക്കി എഫക്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാനും സാധിക്കും. അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, അതിൽ ശ്രദ്ധിച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.